ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ 74ാമത്തെ ഹദീസ് അല്ലേ, അനസിൽ നിന്നുള്ള ഹദീസ്. വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വസല്ല വലം യതവദ്ദ അഖ്റജഹു ദാറഖുത്നിയു വലയ്യനഹു. വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇപ്പോൾ ഈ ഹദീസുകളൊക്കെ ഏത് അധ്യായത്തിലാണ്? കിതാബ് ത്വഹാറയിലാണ്. അതിൽ ബാബ് നവാഖിദുൽ വുദു അല്ലേ, വുദുവിനെ മുറിക്കുന്ന, വുദുവിനെ അസാധുവാക്കുന്ന കാര്യങ്ങൾ, വുദുവിനെ അസാധുവാക്കുന്ന കാര്യങ്ങളാണ് അതിൽ പെട്ട ഹദീസാണ്. വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വസല്ല വലം യതവദ്ദ അഖ്റജഹു ദാറഖുത്നി വലയ്യനഹു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. വഅൻ അനസിൻ ബിൻ മാലിക് റളിയല്ലാഹു അനസ് ബിൻ മാലിക്. ആരാ അനസ് ഇബ്നു മാലിക്? അനസ് ഇബ്നു മാലിക് അൽ അൻസാരി അന്നജാരി, ബനു നജ്ജാർ ഗോത്രക്കാരനായ അൻസാരിയായ അനസ്. ഇദ്ദേഹം ഏത് പേരിലാണ് പ്രസിദ്ധൻ? ഇദ്ദേഹത്തിനൊരു ബഹുമതി ഉണ്ടല്ലോ, ഖാദിമു റസൂലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ് ഇദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ ഇദ്ദേഹത്തിന് 10 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അദ്ദേഹം ഖിദ്മത്ത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാതാവ് ഉമ്മു സുലൈം, അദ്ദേഹം ബനു നജ്ജാർ ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് അനസ് ബിൻ മാലിക്കുൽ അൻസാരി അന്നജാരി. ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് കൊടുത്തില്ലേ, റസൂലെ നിങ്ങൾക്ക് ഖാദിമാണെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് പറയുന്നത്, റസൂലുള്ളാഹിക്ക് ഞാൻ 11 വർഷം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും റസൂൽ എന്നോട് എന്ന് പറയുകയോ ഒരു കാര്യം ചെയ്തപ്പോൾ എന്തിന് ചെയ്തു എന്നോ ചെയ്യാതിരുന്നപ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ പറഞ്ഞില്ല എന്ന് പറഞ്ഞേ. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു വ ഉംറഹു, അല്ലെങ്കിൽ വബാരിക് ലഹു ഫീ മാലിഹി വ ഉംരിഹി എന്നൊക്കെ റസൂൽ ദുആ ചെയ്ത്, സ്വത്ത് വർദ്ധിപ്പിക്കുവാൻ, സന്തതികൾ വർദ്ധിപ്പിക്കുവാൻ, ആയുസ്സിൽ വർധന ഉണ്ടാകുവാൻ. അതുകൊണ്ട് തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായത് ഹിജ്റയുടെ 93-ലാണ്. ഹിജ്റയുടെ 93-ൽ 103 വയസ്സ് ജീവിച്ചു. 103 വയസ്സ്. ഹിജ്റ വരുമ്പോൾ അദ്ദേഹത്തിന് 10 വയസ്സാണ്. പിന്നെ ഹിജ്റ മുതൽ 93 വരെ 103 വയസ്സ്. ഖിദ്മത്ത് എന്ന സേവനം, ഖാദിം സേവകൻ, സേവനം ചെയ്യുക റസൂലുള്ളാഹിക്ക്. ഖാദിം സേവകൻ. ഹിജ്റ 93-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് 103-ാമത്തെ വയസ്സിൽ. അത് റസൂലുള്ളാഹിന്റെ ദുആന്റെ ബർക്കത്താണത്. അദ്ദേഹത്തിന് ധാരാളം മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളുമായിട്ട് 100ഓളം മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബഹ്റൈനിൽ വരെ സ്വത്ത് ഉണ്ടായിരുന്നു. റസൂൽ അദ്ദേഹത്തിന്റെ സ്വത്തിൽ ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നു. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി അന്നജാരി അദ്ദേഹമാണ് പറയുന്നത്. ഖാല അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്തജമ കൊമ്പ് വെച്ചു. കൊമ്പ് വെക്കുക എന്നുള്ളത് ഒരു ചികിത്സാ രീതിയാണ്. വസല്ല നമസ്കരിക്കുകയും ചെയ്തു. കൊമ്പ് വെച്ചു, വസല്ല നമസ്കരിക്കുകയും ചെയ്തു. വലം യതവദ്ദ ഒതു പുതുക്കിയിട്ടില്ല. ഒതു ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഒതു ഉണ്ടായിരിക്കുകയാണ് കൊമ്പ് വെച്ച്, എന്നിട്ട് നിസ്കരിച്ചു, ഒതു പുതുക്കിയില്ല. അഖ്റജഹു അദ്ദാറഖുത്നി. ഇമാം ദാറഖുത്നിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലയ്യനഹു എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന് ലീൻ എന്ന് പറഞ്ഞാൽ ദുർബലത ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹദീസിന് ദുർബലതയുണ്ട്. ലയ്യന എന്ന് പറഞ്ഞാൽ ലീൻ, ദുർബലത, ദഅഫ് എന്നുള്ള അർത്ഥത്തിലാണ്. ദുർബലതയുണ്ട്, ഇതിന് ദുർബലതയുണ്ടെന്ന് പറഞ്ഞു എന്നുള്ള അർത്ഥം. അതിനെ ദുർബലമാക്കി, ഹദീസ് ദുർബലാണെന്ന് പറഞ്ഞു എന്നർത്ഥം. ഇമാം ദാറഖുത്നി അബുൽ ഹസൻ അദ്ദാറഖുത്നി അൽ ബഗ്ദാദി, അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ് ഇമാം ദാറഖുത്നി. ഭയങ്കര ഹിഫ്ലായിരുന്നു, ഹാഫിളു ദുനിയ, ഭയങ്കര ഹിഫ്ലായിരുന്നു. അതുകൊണ്ട് ദുനിയാവിലെ ഹാഫിൾ എന്നാണ് അദ്ദേഹത്തിന് പേര്. അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന അദ്ദേഹത്തിന് വിശേഷണമുണ്ട്. ഹദീസിൻ്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ അമീറാണ്. അദ്ദേഹത്തിൻ്റെ അൽ ഇലൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബൃഹത്തായ ഗ്രന്ഥമുണ്ട്, വലിയ ഗ്രന്ഥമാണ്. അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഹിഫ്ലിൽ നിന്നാണ് എഴുതിയത് എന്നാണ്. ഒരു ഗ്രന്ഥവും നോക്കാതെ ദാറഖുത്നി. ഈ ദാറഖുത്നി ഇമാം ബുഖാരിയെ ചില ഹദീസുകളിൽ നിരൂപിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ചില ആളുകൾ പറയാറ് ഇമാം ദാറഖുത്നി നിരൂപിച്ചില്ലേ എന്ന്. ഇമാം ദാറഖുത്നി എവിടെ, ഇവലെവിടെ? അദ്ദേഹത്തിന്റെ സുനൻ ദാറഖുത്നി അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥം. ഇവിടെ ഈ ഹദീസിൽ വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജം വസല്ല വലം യതവദ്ദ. ഈ ഹദീസ് ഇമാം ദാറഖുത്നി റിവായത്ത് ചെയ്തു. ഇവിടെ അനസിൽ നിന്നാണ്. അനസല്ലാത്ത റാവിമാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൽ ആയിഷ, ജാബിർ,
അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അതേപോലെ തന്നെ ഇബ്നു അബി ഔഫ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. കുറേ റാവിമാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആശയത്തിലുള്ള. ആയിഷ, ജാബിർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ, ഇബ്നു അബി ഔഫ, അബൂ ഹുറൈറ ഇവരെന്നൊക്കെ ഈ ഹദീസ് റിവായത്ത് തന്നിട്ടുണ്ട്. ഈ ഹദീസിന് ദുർബലത പറയാൻ കാരണം സാലിഹ് ബിൻ മുഖാത്തിൽ എന്ന് പറയുന്ന റാവിയാണ്. ആ റാവിയെ കുറിച്ചിട്ട് ചിലർ ദുർബലത ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസിന് ദുർബലത പറയുന്നത്. പക്ഷേ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പല പണ്ഡിതന്മാരും അതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിന് വേറെ റിവായത്തുണ്ട്. ആ റിവായത്താണ് ഞാൻ പറഞ്ഞത്. ആയിഷയിൽ നിന്നുള്ള ഹദീസുണ്ട്. ജാബിർ, അബ്ദുല്ലാഹി ഇബ്നു അംർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബൂ ഹുറൈറ, ഇബ്നു അബി ഔഫ അവരൊക്കെ. അലാ കുല്ലി ഇതെന്താ ഇവിടെ പറഞ്ഞത്? അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വസല്ല വലം യതവദ്ദ. ഹിജാമ എന്ന് പറഞ്ഞാൽ അതൊരു ചികിത്സയാണ്. ഉദു മുറിയുന്ന വിഷയത്തിൽ ഈ ഹദീസിൽ എന്താ തെളിവുള്ളത്? എന്താ വിഷയമുള്ളത്? കൊമ്പ് വെക്കുക എന്നുള്ളത് എന്താ? ഒരാളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തം എന്ത് ചെയ്യണം? പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഹിജാമയിലൂടെ, കൊമ്പ് വെക്കുന്നതിലൂടെ. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് പോന്നാൽ അതിനാൽ ഒതു മുറിയോ ഇല്ല എന്നുള്ളതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ് മുൻപിൻ ദ്വാരങ്ങളിലൂടെ, മലദ്വാരത്തിലൂടെ അല്ലെങ്കിൽ മുൻദ്വാരത്തിലൂടെ രക്തം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഒതു മുറിയും. കാരണം എന്താണ്? അൽ ഖാരിജ് മിന സബീലൈൻ, മുൻദ്വാരം പിൻദ്വാരം, അതിലൂടെ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒതുവിനെ നഷ്ടാക്കും. അത് രക്തം വന്നാലും എന്ത് ചെയ്യും? ഒതു മുറിയും. അതുകൊണ്ട് തന്നെ ഇസ്തിഹാലത്തുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒതു പുതുക്കണം, അവരുടെ ഒതു നഷ്ടാകും. അതേപോലെ തന്നെ ഒരാൾക്ക് രക്തം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഒതു നഷ്ടാകും. അതേസമയം മുൻ പിൻദ്വാരങ്ങളിലൂടെ എല്ലാതെ രക്തം പുറത്തേക്ക് വന്നാൽ ഒതു മുറിയോ? ഒതു മുറിയില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ്. അതിനത് കൊണ്ടുവന്നത്. കൊമ്പ് വെച്ചു, കൊമ്പ് വെക്കുമ്പോൾ എന്താ ചെയ്യണത്? രക്തം വരികയാണ്, കൂടുതൽ രക്തം പുറത്തേക്ക് ഒഴിയാണ്. അതിനാൽ ഒതു നഷ്ടാകൂല എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസ് തെളിയിക്കുന്നത്. നജസായ ഒരു സംഗതി ഒരാളുടേത് പുറത്തു വന്ന്, അത് മുൻദ്വാരത്തിലൂടെയുള്ള പിൻദ്വാരത്തിലൂടെയല്ല, മുൻ പിൻദ്വാരത്തിലൂടെ നജസ് വന്നാൽ ഒതു മുറിയും. അതേസമയം മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ലാതെ ഒരാളുടേത് നജസ് വന്ന് പുറത്തേക്ക് വന്നു, ഒരാൾ ഛർദ്ദിച്ച് ഉദാഹരണത്തിന്, അതിൻ്റെ പേരിൽ ഒതു മുറിയില്ല എന്നുള്ളതാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. ഇമാം മാലിക്, ഇമാം ഷാഫി ഇവരുടെയൊക്കെ അഭിപ്രായം. മനസ്സിലായി? ആ അഭിപ്രായത്തെയാണ് പലരും പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. നജസ് തന്നെയും ഒരാളുടേത് എന്ത് ചെയ്ത് പുറത്തേക്ക് വന്ന്, അത് മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ അല്ല എങ്കിൽ അത് ഒതുവിനെ നഷ്ടമാക്കില്ല. അവരും തെളിവെടുക്കുന്നത് ഈ ഹദീസാണ്. ഇതിനു മുമ്പ് നിങ്ങളൊരു ഹദീസ് കേട്ട് കാണും, പഠിച്ചിട്ടുണ്ടാവും. അതായത് രക്തം വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഛർദ്ദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒതു മുറി എന്നുള്ളത്. പക്ഷേ ഹദീസ് ദുർബലാണ്. ആ ഹദീസ് ദുർബലാണ്. ഇമാം അഹ്മദ് പിന്നെ പറഞ്ഞത്, ഇമാം അഹ്മദിൻ്റെ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ഒതു മുറിയില്ല എന്നുള്ളതാണ്. പക്ഷേ നജസ് പുറത്തേക്ക് വരികയും അത് ഇദാ ഫഹുഷ വകസുർ, കൂടുതലാവുകയും മോശമാം വിധം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒതു മുറിയും എന്നൊരു അഭിപ്രായമുണ്ട് ഇമാം അഹ്മദിന്. അതായത് നജസ് പുറത്തേക്ക് വന്നു, പക്ഷെ അത് വളരെ മോശമായ നിലക്ക്, അത് കൂടുതലായി വന്നാൽ ഒതു മുറിയും എന്ന് ഹംബലി ഫുഖാക്കളിൽ ചിലർക്ക് ആ വിഷയത്തിൽ ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും ഇവിടെ രക്തം ഒരാളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ പുറത്തേക്ക് വന്ന് അത് മുൻ പിൻദ്വാരങ്ങളിലൂടെയല്ല എങ്കിൽ അത് ഒളിവിനെ നഷ്ടമാക്കുകയില്ല എന്നുള്ളത് എന്തറിയിക്കുന്നു? ഈ ഹദീസ് അറിയിക്കുന്നു. കാരണം എന്താണ്? ഇഹ്തജമാറിനെ കൊമ്പ് വെച്ചു എന്നാണ്. കൊമ്പ് കൂടുതൽ രക്തം വരും. പക്ഷേ റസൂൽ എന്നിട്ട് നിസ്കരിച്ചു, ഒതു പുതുക്കിയിട്ടില്ല. മനസ്സിലായോ? അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഈ ഹദീസിൽ വേറൊരു വിഷയമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇഹ്തിജാം എന്താ? ഹിജാം എന്നാണ്, അതൊരു ചികിത്സയാണ്. അപ്പൊ ചികിത്സ പ്രതിഫലാർഹമാണ്. ചികിത്സ എന്താണ്? ചികിത്സ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂൽ എന്ത് ചെയ്തത്? ഹിജാം എന്ത്? ഇത് ചികിത്സയാണ്. അപ്പോൾ ഈ ഹദീസ് എന്ത് ചെയ്യുന്നു? ചികിത്സയെ അറിയിക്കുന്നു. റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നെ ചികിത്സിച്ചിട്ടുണ്ട്. ചിലർ പറയും ചികിത്സിക്കാതിരിക്കൽ പുണ്യമാണ്, തവക്കുലാക്കുക. പക്ഷെ തവക്കുലാക്കുക, ചികിത്സിക്കാതിരിക്കുക എന്നുള്ളത് പുണ്യമല്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിക്കുമായിരുന്നില്ല. പിന്നെ റസൂലുള്ള ചികിത്സിക്കാൻ കൽപ്പിച്ചു. ഇബാദല്ലാഹ് തദാവൂ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ ചികിത്സിക്കൂ. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാ. അള്ളാഹു ഒരു രോഗവും അവതരിപ്പിച്ചിട്ടില്ല, അതിനെന്ത് ചെയ്തില്ലാതെ ഒരു മരുന്ന് അവതരിപ്പിക്കാതെ. അപ്പോൾ രോഗം ഉണ്ടെങ്കിൽ അതിന് മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം എന്ന് റസൂലുള്ള കൽപ്പിച്ചു. അത് റസൂലുള്ള പ്രാവർത്തികമാക്കി കാണിച്ചു എന്നറിയിക്കുന്ന ഒരു ഹദീസാണ് ഇത്, ഈ ഹദീസ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഈ ഹദീസ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള കൊണ്ടുവന്നത് അതെന്തിനാ? ഇവിടെ എന്തിനാ കൊണ്ടുവന്നത്? ഒരാളുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തം സ്രവിച്ചു, അത് അയാളുടെ ഒതുവിനെ എന്ത് ചെയ്യൂല? നഷ്ടമാക്കൂല. പക്ഷേ അവിടെ അഭിപ്രായ ഐക്യമുള്ള മസാല എന്താണ്? അത് രക്തം മുൻ പിൻദ്വാരങ്ങളിലൂടെയാണ് എങ്കിൽ എന്ത് ചെയ്യും? അത് ഒതുവിനെ നഷ്ടമാക്കും. വാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വസല്ല വലം യതവദ്ദ അഖ്റജഹു ദാറഖുത്നി വലയ്യനഹു. ഇനി അടുത്ത ഹദീസ്. വഅൻ മുആവിയത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐനു വികാഉ സഹ്
فإذا نامت العينان استطلق. رواه أحمد والطبراني. طيب. وزاد ومن نام فليتوضأ. وهذه زيادة في هذا الحديث عند أبي داود من حديث علي دون قوله استلق الوكاء. وفي كلا الإسنادين ضعف. ولأبي داود أيضا عن ابن عباس مرفوعا إنما الوضوء على من نام مضطجعا وفي إسناده ضعف. അപ്പോൾ എന്താ ഈ ഹദീസ്? ഇതും നവാഖിദുൽ വുദൂവിനെ അസാധുവാക്കുന്ന മുറിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട മസ്അലയാണ് ഈ ഹദീസിലും കൈകാര്യം ചെയ്യുന്നത്. വഅൻ മുആവിയ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐനു വികാഉസ് സഹ് ഫഇദാ നാമത്തിൽ ഐനാനി ഇസ്തത്ലഖ. വഅൻ മുആവിയ ഇബ്നു അബി സുഫിയാൻ. ഇത് മുആവിയ ഇബ്നു അബി സുഫിയാനാണ്. അബൂ സുഫിയാന്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹുമാ. ഇത് മുആവിയ ഇബ്നു അബി സുഫിയാൻ ഇബ്നു ഹർബ് അബൂ യസീദ്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഹിന്ദ് ബിന്ദു ഉത്ബയാണ്. അദ്ദേഹം ഹിജ്റയുടെ 60 ആണ് അദ്ദേഹം മരിക്കുന്നത്. മുആവിയ ഹസൻ റളിയല്ലാഹുവിന് ഖിലാഫത്ത് കഴിഞ്ഞതിന് ശേഷം ഖിലാഫത്തിൽ വന്ന വ്യക്തിയാണ് മുആവിയ. അമവി ഖിലാഫത്തിലെ ആദ്യത്തെ ഭരണാധികാരി. ഹിജ്റയുടെ 60 അദ്ദേഹം മരിക്കുന്നത്. മുആവിയ ഇബ്നു അബി സുഫിയാൻ. അദ്ദേഹത്തിനാണ് ഈ ഹദീസ് നിവേദനം. അൻ മുആവിയ റളിയല്ലാഹു മുആവിയ റളിയല്ലാഹുവിന് നിവേദനം. ഖാല അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഐൻ എന്നാണ് കണ്ണ്. വികാഉസ് സഹ്. വികാ എന്ന് പറഞ്ഞാൽ കെട്ടുകയർ അല്ലെങ്കിൽ അടപ്പ് എന്നൊക്കെ പറയില്ലേ, കെട്ടുകയർ. വികാ പറഞ്ഞാൽ തോൽപാത്രം കെട്ടുന്ന കയറിനാണ് എന്താ പറയുക വികാ എന്ന് പറയാം. സഹ് എന്ന് പറഞ്ഞാൽ ഈ ഗുദദ്വാരം എന്ന് പറഞ്ഞാൽ മലദ്വാരം. സഹ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് കണ്ണ്. അതൊരു പ്രയോഗമാണ്. നമുക്കതിന് ഉദ്ദേശം പറയാം. ഫഇദാ നാമത്തിൽ ഐനാനി. ഇരു കണ്ണുകൾ ഉറങ്ങിയാൽ ഇസ്തത്ലഖൽ വിക. ഇസ്തത്ലഖ എന്ന് പറഞ്ഞാൽ അഴിഞ്ഞു. അൽ വിക കയറഴിഞ്ഞു അല്ലെങ്കിൽ അടപ്പ് തുറന്നു. അങ്ങനെ ആ ഉദ്ദേശാർത്ഥമാണ്. ഇസ്തത്ലഖ അൽ വിക, കെട്ടുകയർ അഴിഞ്ഞു. റവാഹു അഹ്മദ് തബറാനി. ഇമാം തബറാനിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അഹ്മദ് മുസ്നദിൽ, തബറാനി മുഅ്ജമിൽ. അപ്പോൾ എന്താ ഈ പറഞ്ഞത്? അൽ ഐനു വികാഉസ് സഹ്. ഗുദദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് കണ്ണ്. ഫൈദാ നാമത്തിൽ ഐനാൻ. കണ്ണ് ഉറങ്ങിയാൽ ഇസ്തലക്കൽ വിക, കെട്ടുകയർ അഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ അയാൾക്ക് പിന്നെ അറിയാൻ സാധിക്കും പിന്നെ ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടായോ, കീഴ്വായു പോയോ ഇല്ലേ എന്നുള്ളത്. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായി അറിയാൻ കഴിയില്ല. അതൊരു പ്രയോഗമാണ്. അപ്പോൾ ഗുദദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഭദ്രാണ്. ഉണർന്നിരിക്കുമ്പോൾ ഒരാൾക്ക് അറിയാം. അതേസമയം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കീഴ്വായു പോയോ ഇല്ലേ എന്നുള്ളത് ഒരാൾക്ക് അറിയാൻ സാധിക്കില്ല. അതാണ് ഫൈദാ നാമത്തിൽ ഐനാനി ഇസ്തലഖൽ വിക. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഉറക്കം ഒളുവിനെ മുറിക്കുമോ ഇല്ലേ, ഇത് ഒളുവിനെ മുറിക്കുമോ എന്നുള്ളതാണുള്ള വിഷയം. അപ്പോൾ ഉറക്കം ഒളുവിനെ മുറിക്കുമോ ഇല്ലേ? ഉറങ്ങുക എന്നുള്ളത് ഒളുവിനെ മുറിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതല്ല, പക്ഷേ അത് ഒളുവിനെ മുറിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഈ ഹദീസിനെ ഇവിടെ കൊടുത്തത്. അപ്പോൾ ഒളുവിനെ മുറിക്കുന്ന കാര്യങ്ങളിൽ ഉറക്കം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഉറക്കം എന്താണ്? ഒളുവിനെ മുറിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഹദീസ് ഇങ്ങനെ കൊടുത്തത്. അൽ ഐൻ വികാഉസ് സഹ്. മലദ്വാരത്തിൻ്റെ അല്ലെങ്കിൽ ഗുദദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് കണ്ണ് എന്നുള്ളത്. കണ്ണുകൾ ഉറങ്ങിയാൽ ഫഇദാ നാമത്തിൽ ഐനാനി ഇസ്തത്ലഖൽ വിക. കെട്ടുകയർ എന്ത് ചെയ്യും? അഴിയും. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾക്ക് കീഴ്വായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങിയാൽ എന്ത് ചെയ്യട്ടെ എന്ന് അതിൻ്റെ തേട്ടം ഒതു പുതുക്കട്ടെ എന്നുള്ളതാണ്. തൈഫ് റവാഹു അഹ്മദ് തബറാനി. ഇനി വസാദ ഇമാം തബറാനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സാദ ഇമാം തബറാനി വർദ്ധിപ്പിച്ചു. എന്താ വർദ്ധിപ്പിച്ചത്? വമൻ നാമ, വല്ലവനും ഉറങ്ങിയാൽ ഫലിയതവദ്ദ, അവൻ ഒതു പുതുക്കട്ടെ. അപ്പോൾ കണ്ടോ, പിന്നെ ഇവിടെ കയറ് അഴിയും. അതുകൊണ്ട് ഉറങ്ങുന്നവൻ എന്ത് ചെയ്യണം?
ഒതു പുതുക്കട്ടെ. ഈ ഏറെ വന്നത് ഈ ഹദീസിനെ തുടർന്ന് എവിടെയാണ്? ഇമാം തബ്രാനിയുടെ റിവായത്തിലാണ്. വമൻ നാമ ഫലിയതവദ്ദ. എന്നിട്ട് ഇബ്നു ഹജർ പറയാണ് വഹാദിഹി സിയാദ, ഈ സിയാദത്ത് ഏറെ വന്നത്, ഏത് ഏറെ വന്നത്? വമൻ നാമ ഫലിയതവദ്ദ എന്ന് പറഞ്ഞില്ലേ, ആ ഏറെ വന്നത് ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ ഇൻദ അബീ ദാവൂദ്, അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട്, ഇമാം അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട് ഈ ഏറെ വന്നത്. മിൻ ഹദീസി അലിയിൻ, അബൂദാവൂദിൽ നിന്ന് അലിയാരുടെ ഹദീസിൽ നിന്നാണ്. അപ്പോൾ അലിയാരുടെ ഹദീസിൽ നിന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ സിയാദത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ദൂന ഖൗലിഹി ഇസ്തത്ലഖൽ വിക, ദൂന ഖൗലിഹി, പക്ഷേ ഈ ഹദീസിൽ ഉണ്ടല്ലോ, ഈ ഹദീസ് വന്നു എന്നാണ് പറയുന്നത് ഈ സിയാദത്തോട് കൂടി അവിടെ ഇമാം അബൂദാവൂദിൻ്റെ അലിയാരുടെ ഹദീസിൽ. പക്ഷേ അബൂദാവൂദിൻ്റെ അടുക്കൽ അലിയാരുടെ ഹദീസിൽ ദൂന ഖൗലിഹി ഇസ്തത്ലഖൽ വിക, ഇസ്തത്ലഖൽ വിക എന്നുള്ള ഭാഗം ഇല്ല. അതാണ് ഇസ്തത്ലഖൽ വിക എന്ന് പറഞ്ഞാൽ കെട്ടുകയർ അഴിഞ്ഞു എന്നാണ്. ഇബ്നു ഹജർ പറയാണ് വഹാദിഹി സിയാദ വമൻ നാമ ഫലിയതവദ്ദ എന്നുള്ള ഏറെയുള്ള റിപ്പോർട്ട് ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ വന്ന് ഈ ഏറെയുള്ള ഭാഗം ഇൻദ അബീ ദാവൂദ്, എവിടെയുണ്ട്? അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട്. ഇത് എവിടെ വന്നു എന്നാണ്? ഏറെ വന്നു എന്നാണ് പറഞ്ഞത്, ഇവിടെ തബ്രാൻ്റെ അടുത്ത് വന്നു എന്നാണല്ലോ. പക്ഷെ അത് അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട്. പക്ഷേ അബൂദാവൂദിൻ്റെ അടുക്കൽ അത് അലിയാരിൽ നിന്നുള്ള ഹദീസിലാണ്. പക്ഷെ തബ്രാൻ്റെ അടുക്കലോ അത് മുആവിയൻ്റെ ഹദീസാണ്. അബൂദാവൂദിൻ്റെ ഈ റിവായത്തും തബ്രാനിയുടെ റിവായത്തും തമ്മിലുള്ള വ്യത്യാസം, അബൂദാവൂദിലും തബ്രാനിയിലും ഈ വമൻ സാദ ഫലിയതവദ്ദ എന്നുള്ളത് ഏറുണ്ട്. പക്ഷെ അബൂദാവൂദിൽ എന്തില്ല? ഇസ്തത്ലഖൽ വിക എന്നുള്ള അതില്ല. അതാണ് പറയുന്നത്. കണ്ട ഹദിഹി സിയാദ ഫി ഹാദൽ ഹദീസ് ഇൻദ അബീ ദാവൂദ് മിൻ ഹദീസ് അലിയിൻ റളിയല്ലാഹു അൻഹു ദൂന ഖൗലിഹി ഇസ്തത്ലഖൽ വിക. അപ്പോൾ അബൂദാവൂദിൽ എന്തില്ല? ഇസ്തത്ലഖൽ വിക എന്നുള്ള ഭാഗം ഇല്ല. എന്നിട്ട് ഇബ്നു ഹജർ പറയാണ് വഫി കിലൽ ഇസ്നാദൈനി ദഅഫുൻ, വഫി കിലൽ ഇസ്നാദൈൻ, രണ്ട് സനദുകളിലും ദഅഫുൻ, ദുർബലത ഉണ്ട്. വഫി കിലൽ ഇസ്നാദൈനി ദഅീഫുൻ കിലാഹുമ, കിലൽ ഇസ്നാദൈൻ, അങ്ങനെ പറയാം. കിലൽ ഇസ്നാദൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിയാരിൽ നിന്നുള്ള റിവായത്തിലും മുആവിയയിൽ നിന്നുള്ള റിവായത്തിലും രണ്ടിലും എന്തുണ്ട്? ദുർബലത ഉണ്ട്. അതാണ് ആര് പറയണത്? ഇബ്നു ഹജർ പറയണത്. വഫി കിലൽ ഇസ്നാദൈനി, രണ്ട് സനദുകളിലും, അലിയാരിൽ നിന്നുള്ള സനദിലും അലിയാരിൽ മുആവിയയിൽ നിന്നുള്ള സനദിലും എന്തുണ്ട്? ദഅഫുൻ, ദുർബലത ഉണ്ട്. വലി അബീ ദാവൂദ അയ്ദൻ അൻ ഇബ്നു അബ്ബാസിൻ മർഫൂഅൻ ഇന്നമൽ വുദൂ അലാ മൻ നാമ മുൽതജിഅ. വലി അബീ ദാവൂദ് അയ്ദൻ, അബൂദാവൂദിന് ഇതുകൂടി ഉണ്ട്. അതാണ് വലി അബൂദാവൂദിനുണ്ട് അയ്ദൻ, വീണ്ടും. അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിൽ നിന്ന് മർഫൂഅൻ, മർഫൂആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, നബിയിലേക്ക് ഉയർത്തപ്പെട്ടതായിട്ട്. അപ്പോൾ തിരുനബി പറഞ്ഞതായിട്ട്, അതാണ് മർഫൂഅൻ എന്നുള്ള ഉദ്ദേശം. ഹദീസിനെ മർഫൂ ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് അബൂദാവൂദിൻ്റെ റിവായത്തിൽ ഇതുകൂടി ഉണ്ട്. എന്ത്? ഇന്നമൽ വുദൂ, തീർച്ചയായും വുദൂ, അലാമൻ നാമ മുൽതജിഅ, ആരെ വെക്ക? അലാമൻ, ഒരുവൻ്റെ മേലാണ് നിർബന്ധം. നാമ, അയാൾ ഉറങ്ങിയിരിക്കുന്നു, മുൽതജിഅൻ, മുൽതജിഅന ചെരിഞ്ഞ്, ചെരിഞ്ഞ് കിടന്നവൻ്റെ മേലാണ് വുദൂ. അപ്പോൾ ഇവിടെ മനസ്സിലായ ഈ ഹദീസ്? വഫി കിലൽ ഇസ്നാദൈനി ദഅഫുൻ, രണ്ട് റിപ്പോർട്ടിൽ എന്തുണ്ട്? ദുർബലത ഉണ്ട്. വലി അബീ ദാവൂദ് അയ്ദൻ, അബൂദാവൂദിന് വീണ്ടും ഉണ്ട്. അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിൽ നിന്ന് മർഫൂഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി. ഇന്നമൽ വുദൂ, തീർച്ചയായും വുദൂ, അലാ മൻ നാമ മുൽതജിഅ, ചെരിഞ്ഞ് കിടന്നവനാണ്, കിടന്നുറങ്ങിയവനാണ്, ചെരിഞ്ഞ് കിടന്നുറങ്ങിയവൻ്റെ മേലാണ് വുദൂ നിർബന്ധം. അതാണ് ആരുടെ റിവായത്തുള്ളത്? ഇബ്നു അബ്ബാസിൻ്റെ റിവായത്തുള്ളത്. വഫി ഇസ്നാദിഹി ദഅഫുൻ, ഇബ്നു ഹജർ പറയാണ് ഇതിൻ്റെ സനദിലും എന്തുണ്ട്? ദഅഫ്, ദുർബലത ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഹദീസ് ആദ്യം മുതൽ ഒന്നുകൂടി മനസ്സിലാക്കുക. മുആവിയ റളിയല്ലാഹു അൻഹു നിന്നാണ് ഹദീസ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ഐനു വിക ഉസ്സഹ്, ഗുദദ്വാരത്തിൻ്റെ കെട്ടുകയറാണ് അല്ലെങ്കിൽ അടപ്പാണ് കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ അയാൾക്കറിയാൻ പറ്റും കീഴ്വായി പോയോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതൊരു അടപ്പ് പോലെയാണ്, കെട്ടുകയർ പോലെയാണ്. പക്ഷെ ഒരാൾ ഉറങ്ങിയാലോ പിന്നെ കീഴ്വായി പോകാൻ സാധ്യത ഉണ്ട്. അതോടുകൂടി തന്നെ എന്ത് ചെയ്ത്? കെട്ടുകയർ അഴിഞ്ഞു. അതാണ് ഫൈദാ നാമത്തിൽ ഐനാനു ഇസ്തലഖ അൽ വിക, റവാഹു അഹ്മദ് വ തബറാനി. വസാദ, ഇമാം തബറാനി വർദ്ധിപ്പിച്ചു കൊടുത്തു, ഈ ഹദീസിലുള്ളതിനേക്കാൾ കൂടുതൽ കൊടുത്തു.
വമൻ നാമ ഫല്യതവദ, അതിനാൽ ഒരാൾ ഉറങ്ങിയാൽ അവൻ ഒതു പുതുക്കട്ടെ, ഒതു ചെയ്യട്ടെ. ഇബ്നു ഹജർ പറയാണ് ഇത് കൊടുത്തിട്ട് വഹാദിഹി സിയാദത്ത് ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിലുള്ള ഈ സിയാദത്ത് ഇന്ദ അബീ ദാവൂദ്, എവിടെ ഉണ്ട്? അബൂദാവൂദിൻ്റെ അടുക്കലുണ്ട്. ഇവിടെ പറഞ്ഞത് തബ്രാൻ്റെ അടുത്തുണ്ട് എന്നാണ്, പക്ഷേ അത് അബൂദാവൂദിലുണ്ട് എന്ന് ആര് പറയാണ്? ഇബ്നു ഹജർ പറയാണ്. അബൂദാവൂദിലുള്ളത് മിൻ ഹദീസി അലിയിൻ, ആരുടെ ഹദീസാണ്? അലിയാരുടെ ഹദീസാണ്. ആരുടേതല്ല? മുആവിയൻ്റെതല്ല, അലിയാരിൽ നിന്നാണ്. പക്ഷെ അലിയാരിൽ നിന്ന് അബൂദാവൂദിൻ്റെ റിവായത്തിൽ ദൂന കൗലിഹി ഇസ്തലക്കൽ വിക, ഇസ്തലക്കൽ വിക എന്നുള്ള വാക്ക് ഇല്ലാതെയാണ്. ഇവിടെ ഇസ്തലക്കൽ വിക എന്ന് പറഞ്ഞല്ലേ, അതവിടെ അല്ല, അലിയാരിൽ നിന്നുള്ള അബൂദാവൂദിൻ്റെ റിവായത്തിൽ ഇല്ല. പക്ഷെ ഫി കിലൽ ഇസ്നാദൈനി ദഅഫുൻ, ഈ രണ്ട് സനദിലും എന്തുണ്ട്? ദുർബലത ഉണ്ട്. അത് ഇബ്നു ഹജർ പറയാണ്. ഏതിൽ? മുആവിയയിൽ നിന്നുള്ള ഹദീസിലും ദുർബലത ഉണ്ട്, അലിയാരിൽ നിന്നുള്ളതിലും ദുർബലത ഉണ്ട്. ബഖിയ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന റാവി 2 റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അതിന് ദുർബലത പറഞ്ഞത്. ബഖിയ ഇബ്നുൽ വലീദ്, അദ്ദേഹം ഒരു മുദല്ലിസായ റാവിയാണ്. അദ്ദേഹത്തിൻ്റെ അൻഅനത്ത് കാരണത്താലാണ് അതിന് ദുർബലത എന്നാണ് ഇബ്നു ഹജറിൻ്റെ പക്ഷം. പക്ഷേ ഇമാം ബുഖാരി, അതുപോലെ ഇമാം അഹ്മദ്, ഇമാം തുർമുദി ഒക്കെ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരാണ്. ഹസൻ എന്ന് വിശേഷിപ്പിച്ചാണ്. അല്ല, ഇമാം ബുഖാരി അല്ല, ഇമാം നവവി, അതേപോലെ തന്നെ ഇമാം അഹ്മദ്, അതേപോലെ തന്നെ ഇമാം തുർമുദി, ഇവരൊക്കെ ഈ ഹദീസ് സഹീഹ് എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതൻ. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ബഖിയ ഇബ്നുൽ വലീദ് എന്ന റാവിയുടെ അൻഅനത്ത് ഇവിടെ ഈ ഹദീസിനെ ദുർബലമാക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കൊണ്ട് ഈ ഹദീസുകളുണ്ടല്ലോ, അതുകൊണ്ട് അമലെടുക്കാം എന്നുള്ള പക്ഷമാണ് അൽബാനിയുടെ ഒക്കെ പക്ഷം. അൻഅന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുദല്ലിസായ റാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില റിപ്പോർട്ടർമാരെന്ത് ചെയ്യും, അവരുടെ ഷെയ്ഖുമാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു നിരൂപണ വിഷയമായ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഷെയ്ഖിനെ പറയും, ഷെയ്ഖിനെ പറയാതെ, അല്ലെങ്കിൽ ഷെയ്ഖിനെ അറിയപ്പെട്ട പേര് പറയാതെ വേറെ എന്തെങ്കിലും എന്ത് ചെയ്യും, ഒരു വസ്തു പറയും. അങ്ങനെയുള്ള റാവിമാർ അൻ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിനെ ഈ ഇൽമുൽ മുസ്തലഹിൽ എന്ത് ചെയ്യും, അതിന് സഹീഹ് എന്ന് പറയാൻ പറ്റില്ല ഉള്ളൊരു ചർച്ച ഉണ്ട്. പക്ഷേ അതൊറ്റയടിക്ക് ദുർബലത ആണ് എന്ന് പറയാൻ പറ്റൂല. ചില സമയങ്ങളിൽ ചില പരിഗണനകളാൽ ആ റിപ്പോർട്ട് സഹീഹായി വരും എന്നുള്ളതാണ്. ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസിനെ നവവി, അതേപോലെ തന്നെ ഇമാം അഹ്മദ് അല്ലെങ്കിൽ ഇമാം മുൻദിരി, അതേപോലെ തന്നെ ഇമാം തുർമുദി, അൽബാനിയൊക്കെ ഈ ഹദീസ് കൊണ്ട് അമലെടുക്കാം എന്നുള്ള പക്ഷമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ആലം. ഏതായാലും ഇവിടെ ഈ ഹദീസ് അറിയിക്കണത് എന്താ? ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഒതു എടുക്കണം എന്നുള്ളതാണ്. ഉറങ്ങിയാൽ ഒതു എടുക്കണം എന്നുള്ളതാണ്. വലിയ അബീ ദാവൂദ് ഇബ്നു അബ്ബാസ് മർഫു ഇന്നമൽ വുദു അലാ മൻ നാമ മുൽത്തജിയാൻ, ഇന്നമൽ വുദു അലാ മൻ നാമ മുൽത്തജിയാൻ, എന്താ? ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നവനക്കാണ് വുദു വേണ്ടത് എന്നാണ്. കാരണം എന്താ? അമർന്ന് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കീഴ്വാഴി പോകാൻ സാധ്യതയല്ല. അതേസമയം ചെരിഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ്, അവരാണ് വുദു എടുക്കേണ്ടതെന്നാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, നേരിയ ഉറക്കമുണ്ടല്ലോ, പറ്റേ സംവേദനക്ഷമത നഷ്ടപ്പെടാതെ ഉള്ള നേരിയ ഉറക്കം, അതിനാൽ വുദു പോകില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശ നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്താൻ വൈകുകയും അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും ചെയ്യും, കുട്ടികളും സ്ത്രീകളൊക്കെ ഉറങ്ങി റസൂലേ എന്ന് പറയും. അപ്പോൾ അവർക്കൊരു കൂർക്കം വലി കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ റസൂലുള്ള വന്നിട്ട് അവർ നിസ്കരിച്ചിരുന്നതെന്നാണ്. അപ്പോൾ ആ ഉറക്കം എന്താണ്? പറ്റേ അങ്ങോട്ട് ബോധം പോയ ഉറക്കമല്ല, നേരിയ ഉറക്കമാണ്. മയക്കം അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യില്ല, വുദു മുറിയില്ല. അതേസമയം ഗാഢമായ ഉറക്കമാണെങ്കിൽ അതാണ് എന്ത് പറഞ്ഞത് ഇവിടെ ഉദ്ദേശം. കണ്ടോ? അൽ ഐനു വികാഉസ ഫൈദ നാമത്തിൽ ഐനാനു ഇസ്തലഖൽ വിക ഫമൻ നാം ഫലിയതവദ്ദ, ഇതൊക്കെ ഗാഢമായ ഉറക്കത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നേരിയ ഉറക്കം ഒരിക്കലും എന്തില്ല, വുദുവിനെ നഷ്ടാക്കില്ല. ഉറക്കം എന്നുള്ളത് എന്തല്ല, വുദുവിനെ മുറിയിക്കണ കാര്യമല്ല. പക്ഷേ ഉറക്കം എന്താണ്? വുദുവിനെ മുറിയാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് ഗാഢമായ ഉറക്കാണോ വുദു പുതുക്കണം, കാരണം വുദു മുറിയാൻ സാധ്യത ഉണ്ട്. എന്നാൽ നേരിയ ഉറക്കാണോ, അതിൽ ആ സാധ്യത ഇല്ല. ഇനി ഈ ഹദീസും വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യഅതി അഹദകുമുശ് ശൈത്താനു ഫീ സ്വലാത്തിഹി ഫയൻഫഖു ഫീ മഖ്അദതിഹി ഫയുഖയ്യലു ഇലൈഹി അന്നഹു അഹ്ദസ് വലം യുഹ്ദിസ് ഫഇദാ വജദ ദാലിക ഫലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ അഖ്റജഹുൽ ബസ്സാർ. എന്താ? വാൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു. ആരെ? ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ.
റസൂലുള്ളാഹിൻ്റെ പിതൃവ്യപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അദ്ദേഹത്തിൽ നിന്നാണ് ഹദീസ് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഅതി അഹദകും അശ്ശൈത്താൻ, യഅതി വരും, അഹദകും നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക്, അശ്ശൈത്താൻ ശൈത്താൻ, ഫി സലാത്തിഹി അവൻ്റെ നമസ്കാരത്തിൽ, ഫയംഫുഹു അപ്പോൾ ശൈത്താൻ നഫഖറ ഊതും, ഫയംഫുഹു അവൻ ഊതും, ഫി മഖഅദതിഹി അവൻ്റെ ഇരിപ്പിടത്തിൽ, മഖഅദ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അസ്ഫൽ, ഈ താഴ്ഭാഗം, താഴ്ഭാഗത്തിൽ മഖഅദത്തിൽ ഊതും. ഫയുഖയ്യലു ഇലൈഹി അപ്പോൾ അവന് തോന്നും, ആർക്ക്? നമസ്കരിക്കുന്നവന് തോന്നും, അന്നഹു അഹദസ അവൻ്റെ ഉദു നഷ്ടമായെന്ന്, അന്നഹു അഹദസ അവൻ്റെ ഉദു നഷ്ടമായി. അഹദസ എന്ന് പറഞ്ഞാൽ എന്താ? ഹദസ് ഉണ്ടാവുക എന്നർത്ഥം. ഹദസ് പറഞ്ഞാൽ ചെറിയ ശുദ്ധി ഉണ്ടാവുക. അന്നഹു അഹദസ് ഉദു നഷ്ടമായി എന്ന്, ചെറിയ അശുദ്ധി ഉണ്ടായി എന്ന്. വലം യുഹദിസ് ഉദു നഷ്ടമായി എന്ന് തോന്നുക ചെയ്യുന്നത്, പക്ഷെ എന്തുണ്ടാവില്ല? വലം യുഹദിസ് ഉദു നഷ്ടമായിട്ടുണ്ടാവില്ല, ഉദു നഷ്ടമായിട്ടുണ്ടാവില്ല. ഫഇദ വജദ ദാലിക് ഫൈദ വജദ നമസ്കരിക്കുന്നവൻ അനുഭവിച്ചാൽ, ദാലിക അത് നമസ്കരിക്കുന്നവന് അനുഭവിച്ചാൽ, കണ്ടാൽ, ഫലയൻസരിഫ് അവൻ പിരിഞ്ഞു പോകരുത്, ഫലയൻസരിഫ് അപ്പോൾ അവൻ പിരിഞ്ഞു പോകരുത്, ഹത്ത യസ്മഅ സൗതൻ ശബ്ദം കേൾക്കുന്നത് വരെ, ശബ്ദം കേൾക്കുന്നത് വരെ, ഔ യജിദ റീഹൻ അല്ലെങ്കിൽ മണം അനുഭവിക്കുന്നത് വരെ, മണം അനുഭവിക്കുന്നത് വരെ, ഔ അല്ലെങ്കിൽ യജിദ റീഹൻ മണം, വാസന അനുഭവിക്കുന്നത് വരെ, വാസനിക്കുന്നത് വരെ. അഖ്റജഹുൽ ബസ്സാർ, ഇമാം ബസ്സാറാണ് ഈ ഹദീസിനെ റിവായത്ത് ചെയ്തത്. അഖ്റജഹു അൽ ബസ്സാർ. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ ഇത് ഇബ്നു അബ്ബാസ് ആണ് ഇതിൻ്റെ റാവി, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, റസൂലുള്ളാഹിൻ്റെ പിതൃവ്യപുത്രൻ. ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചാണ് റസൂലുള്ള അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ വഫഖിഹു ഫിദ്ദീൻ, മതത്തിൽ പാണ്ഡിത്യവും വിശുദ്ധ ഖുർആൻ്റെ വിവരണവും പഠിപ്പിക്കണമേ എന്ന് ദുആ ചെയ്തത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് അദ്ദേഹം പറയാണ്, യഅതി അഹദകുമു ശൈത്താനു ഫി സലാത്തിഹി തൻ്റെ നമസ്കാരത്തിൽ ശൈത്താൻ നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ വരും, ഫയംഫുഖു ഫി മഖഅദതിഹി അവൻ്റെ ഇരിപ്പിടത്തിൽ ശൈത്താൻ ഊതും. ആ പ്രയോഗത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ശൈത്താന് കേവലം വസ്വാസ് ഉണ്ടാക്കുക എന്നുള്ള പണി മാത്രമല്ല, മനസ്സിൽ ദുർമന്ത്രണം സൃഷ്ടിക്കുക എന്നുള്ള ഏർപ്പാട് മാത്രമല്ല ശൈത്താനുള്ളത്. ശൈത്താനിന് അതിനപ്പുറവും എന്തുണ്ട്? ശൈത്താൻ്റെ വേലത്തരങ്ങളുണ്ട്. ഫയുഖയ്യലു ഇലൈഹി അപ്പോൾ നമസ്കരിക്കുന്നവന് തോന്നും, ഫയുഖയ്യലു ഇലൈഹി നമസ്കരിക്കുന്നവന് തോന്നും, അന്നഹു അഹദസ് അവൻ്റെ ഉദു നഷ്ടമായെന്ന്. നഖദൽ ഉദു അഹദസ് പറഞ്ഞാൽ പുതുതായി ഉണ്ടായി എന്നാണ്, അതായത് ഉള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഉദു മുറിയുക എന്നുള്ളത് പുതുതായി ഉണ്ടായി എന്ന് തോന്നും. അതാണ് എങ്ങനെ ഈ ശൈത്താൻ്റെ ഊത്തിൽ ഉദു നഷ്ടമായി തോന്നുന്നത്. എന്താ തോന്നുക അപ്പോൾ? കീഴ്വായു പോയോ എന്ന് അവന് തോന്നും. അതാണ് വലം യുഹദിസ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവില്ല? ഉദു നഷ്ടമായിട്ടുണ്ടാവില്ല. ഫൈദ വജദ ദാലിക് നമസ്കരിക്കുന്നവൻ അങ്ങനെ അനുഭവിച്ചാൽ ഫലയൻസരിഫ് പിരിഞ്ഞു പോകരുത്, ഹത്ത യസ്മഅ സൗതൻ ശബ്ദം കേൾക്കുന്നത് വരെ, ഔ യജിദ റീഹൻ അല്ലെങ്കിൽ വാസന അനുഭവിക്കുന്നത് വരെ, വാസനിക്കുന്നത് വരെ. അപ്പോൾ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്ന സംഗതി എന്താ? ഈ ഹദീസ് അറിയിക്കുന്നത് ശൈത്താൻ മനുഷ്യൻ്റെ മുഖ്യ ശത്രുവാണ്. ഒരു ഇബാദത്തിൽ താഴത്തിൽ മനുഷ്യന് കഴിയുക എന്നുള്ളത് ശൈത്താൻ അസഹിയാണ്. ഇന്ന ശൈത്താന ലക്കും അദു ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്. ഫത്തഖിദു അദു അതുകൊണ്ട് ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ സ്വീകരിച്ചോളി. ഇബാദത്ത് ഏറ്റവും മഹനീയമായ ഇബാദത്താണ്. അപ്പോൾ അതിൽ ഒരു മനുഷ്യൻ തുടരുക എന്നുള്ളത് ശൈത്താന് അസഹിയാണ്. അപ്പോൾ ശൈത്താൻ എന്ത് ചെയ്യും? മനുഷ്യനെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും, പണി ചെയ്യും. മനസ്സിലായി? അവൻ്റെ മക്കഴതയിൽ വന്നിട്ട് ഊതുമെന്നാണ്. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്ത് ഖുശൂല് നിസ്കരിക്കാരം, അതോടുകൂടി മനുഷ്യൻ്റെ ശ്രദ്ധ പോയി. പിന്നെ ഓന് ഒതു പോയോ ഇല്ല എന്നുള്ളതാണ് സലാം വീട്ടോളം. മനസ്സിലായ? അപ്പോൾ സംശയരോഗം ജനിപ്പിച്ച് ഇബാദത്തിനെ തൊട്ട് തടയിടുക എന്നുള്ളതാണ് ശൈത്താൻ്റെ പണി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലൊരു തത്വം,
ഷെക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഒരു കാര്യം ചെയ്യാൻ പാടുള്ളതല്ല. ഷെക്കിനെ നമ്മളെപ്പോഴും വലിച്ചെറിയണതാണ്. ഫലായൻ സരിഫ് ഹത്ത യസ്മഅ സൗതൻ ഔ യജിദരിയൻ ഫലായൻ സരിഫ്. അതുകൊണ്ട് നിസ്കാരത്തിൽ നിന്ന് ഒരാൾ കെട്ടയച്ചിട്ട് പോയിട്ട് ഞാൻ ഒതുണ്ടാക്കി വരട്ടെ എന്ന് പറയാൻ പാടില്ല. നിസ്കാരം തുടർത്തുകയാണ് വേണ്ടത്. പക്ഷേ ഹത്ത യസ്മഅ സൗതൻ, ശബ്ദം കേൾക്കണവരെ, ഒരാളുടെ കീഴ്വാഴി പോയതായിട്ട് ശബ്ദം കേട്ട് അല്ലെങ്കിൽ ദുർഗന്ധം വമിച്ച് എങ്കിലും ഉറപ്പായി ഷെക്ക് പോയി, എന്ത് വന്ന്, യഖീന് വന്ന്. അപ്പോൾ യഖീൻ അനുസരിച്ചാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്. ഷെക്ക് നമ്മൾ പരിഗണിക്കാനേ പാടില്ല, ഷെക്ക് പരിഗണിക്കാനേ പാടില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഒരാൾക്ക് സംശയം, ഞാൻ ഒരു സുജൂദ ചെയ്ത് 2 സുജൂദ ചെയ്ത് 2 സുജൂദും ചെയ്തുള്ളവർക്ക് അത് എടുക്കുക വേണ്ടത്, മനസ്സിലായേ? പിന്നെ നിസ്കരിച്ച് ഒതുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ സംശയമാണെങ്കിൽ സംശയത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പാടുള്ളതല്ല. പിന്നെ നമ്മൾ യഖീൻ ഉറപ്പെടുക്കുകയാണ് വേണ്ടത്. കാരണം നമ്മളെ ഷെക്കിലാക്കിയിട്ട് അവതാളത്തിലാക്കുക എന്നുള്ളതാണ് ആരെ പണി? ശൈത്താൻ്റെ പണി. അതുകൊണ്ട് ശൈത്താൻ ഒരിക്കലും നമ്മളിൽ ഇടം കൊടുക്കാതിരിക്കാൻ നമ്മൾ ഷെക്കിനെ വലിച്ചെറിയാണ് വേണ്ടത് എന്നുള്ളത് ഈ ഹദീസ് പഠിപ്പിക്കുകയാണ്. ഫൈദാ വജിദ ദാലിക് ഫലാ യൻസരിഫ്, ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല, പിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല യഖീൻ എത്തണത് വരെ. യഖീൻ എന്താണ്? ഞാൻ കീഴ്വാഴി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് ശബ്ദം ഉണ്ടാവും, അല്ലെങ്കിലോ ദുർഗന്ധം ഉണ്ടാവും, ഗന്ധം ഉണ്ടാവും, വാസന ഉണ്ടാവും. അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് ബസാറിൻ്റെ റിപ്പോർട്ടാണ്. ഇബ്നു ഹജർ പറയാണ്, വഅസ്ലുഹു, ഈ ഹദീസിൻ്റെ അടിസ്ഥാനം റിപ്പോർട്ട് എവിടെയുള്ളത്? ഫി സഹീഹൈൻ, സഹീഹൈനിലാണ്. ഇമാം ബുഖാരി മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് വഅസ്ലുഹു, ഈ ഹദീസിൻ്റെ അടിസ്ഥാനം ഫി സഹീഹൈനി. സഹീഹൈൻ എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അവിടെയാണുള്ളത്. പക്ഷേ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് മിൻ ഹദീസി അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലാണ്. അപ്പോൾ ഈ ഹദീസിനെ ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിമും ആരിൽ നിന്നല്ല റിപ്പോർട്ട് ചെയ്തത്? ഇബ്നു അബ്ബാസിൽ നിന്നല്ല, പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു മാസിൻ അൽ മാസിനി അൽ അൻസാരി, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഹബീബ് ഇബ്നു സെയ്ദ്. ഈ ഹബീബ് ഇബ്നു സെയ്ദാണ് മുസൈലിമയോടുള്ള യുദ്ധത്തിൽ, യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി കൊന്നില്ലേ മുസൈലിമൻ്റെ ആളുകൾ, അദ്ദേഹത്തെ നുറുക്കിയാണ് കൊന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹബീബ് ഇബ്നു സെയ്ദിനെ. ഇത് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്. ഇദ്ദേഹം ഹിജ്റയുടെ 63 മരിക്കണത്. ഹിജ്റയുടെ 63 അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്. ഇദ്ദേഹത്തിൻ്റെ മാതാവ് അറിയപ്പെട്ടൊരു മഹദിയാണ്, അൻസാരി സ്ത്രീയാണ്, ബനു മാസിനാണ്, ഗോത്രക്കാരിയാണ്. ആരാണ് ഈ മഹദി എന്നാര് പറയും? ഇദ്ദേഹത്തിനും ഹബീബ് ഇബ്നു സെയ്ദിൻ്റെ ഉമ്മാരാ. ഹബീബ് ഇബ്നു സെയ്ദാണ് യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ മുസൈലിമ കൊന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ, അവരുടെ പേര് നുസൈബയാണ്. അദ്ദേഹം ഏത് പേരിൽ അറിയപ്പെട്ടത്? നുസൈബ. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. ഉമ്മു അമ്മാറ നുസൈബ ബിൻത് കഅബ് അൽ മാസിനിയ റളിയല്ലാഹു തആല അൻഹ. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തിരുനബിയുടെ ചുറ്റുഭാഗങ്ങളിലും ഓടി നടന്നിരുന്ന ആളാണ് ആര്? ഉമ്മു അമ്മാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ മുന്നിൽ നോക്കിയാൽ ഉമ്മു അമ്മാറ, പിന്നിലേക്ക് നോക്കിയാൽ ഉമ്മു അമ്മാറ, ഇരുഭാഗങ്ങളിലേക്ക് നോക്കിയാൽ ഉമ്മു അമ്മാറ. എൻ്റെ നേരെ വരുന്ന ആയുധങ്ങളെ അവരുടെ ശരീരം കൊണ്ടായിരുന്നു അവർ പ്രതിരോധിച്ചിരുന്നത് എന്നാണ് ഉമ്മു അമ്മാറ. അതുകൊണ്ടാണ് ഉമ്മു അമ്മാറ പിൽക്കാലത്ത് മരണപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിൽ നിറച്ച് മുറിപ്പാടുകളായിരുന്നു എന്നാണ് മയ്യത്ത് ഒളിപ്പിച്ചവർ പറയാണ്. കാരണം അത് റസൂലുള്ളാഹിനെ ഉഹദിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ മുറിവുകളാണ്. ആ മഹദിയുടെ 2 മക്കളിൽ ഒന്ന് ഹബീബ് ഇബ്നു സെയ്ദ്, രണ്ടാമത്തെ മകനാണ് ആര്? അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു മാസിൻ അൽ മാസിനി അൽ അൻസാരി. സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട സന്ദർഭങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഉഹദിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ടി വന്നു നിർബന്ധമായിട്ട്, അപ്പോൾ പങ്കെടുത്തു. അല്ലാതെ തുടക്കത്തിൽ തന്നെ സൈനിയായിട്ട് പോയിട്ടില്ല. ഫർള് ഐനാണ് സന്ദർഭത്തിൽ അവിടെ പിന്നെ നോട്ടല്ല, എല്ലാവരും പങ്കെടുക്കുന്നുള്ളതല്ല. തയ്ഫ്. ഈ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദാണ് റസൂലുള്ളാഹിൻ്റെ ഉളുവിൻ്റെ രൂപങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഉളുവിൻ്റെ കൈഫിയത്ത് കഴിഞ്ഞാൽ, ഉളുവിൻ്റെ രൂപം കഴിഞ്ഞാൽ അല്ലേ, കഴിഞ്ഞല്ലേ, എന്നിട്ടല്ലേ അറിയണ കാര്യങ്ങൾ. അതിൽ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൻ്റെ ഹദീസായിരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാവുക. ഉളുവിൻ്റെ രൂപം പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഉളുവിൻ്റെ രൂപം
വിശദീകരിക്കുന്ന ഹദീസ് പ്രധാനമായിട്ടും അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസിൻ്റെ അസിൽ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമാണ് അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൽ നിന്നുള്ള ഹദീസിൽ. എന്നിട്ട് പറയാണ് വലി മുസ്ലിമിൻ അൻ അബി ഹുറൈറ നഹ്വഹു, വലി മുസ്ലിമിൻ മുസ്ലിമിനും ഉണ്ട്. ആരിൽ നിന്ന്? അൻ അബി ഹുറൈറ, അബൂ ഹുറൈറയിൽ നിന്ന് നഹ്വഹു, ഇതുപോലുള്ള ഹദീസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹദീസ് അബൂ ഹുറൈറയിൽ നിന്ന് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് വലിൽ ഹാക്കിം, ഹാക്കിമിനുണ്ട്, ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ, വലിൽ ഹാക്കിം ഹാക്കിമിനുണ്ട്. അൻ അബി സഈദിൻ മർഫൂഅൻ, അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിമിൻ്റെ റിവായത്തിലുണ്ട് മർഫൂഅൻ. അബൂ സഈദ് അൽ ഖുദ്രി മർഫൂ ആയിട്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മർഫൂ ആയിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കല്ല, പിന്നെ അദ്ദേഹം റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൗഖൂഫൻ എന്നാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കാണ്, സഹാബിൻ്റെ വാക്ക്. അതേസമയം മർഫൂഅൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം ഹാക്കിമിൻ്റെ റിവായത്തിലുണ്ട്. എന്താണത്? ഇദാ ജാഅ അഹദകും, നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് വന്നാൽ, ഇദാ ജാഅ അഹദകും, നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് വന്നാൽ, ആര് വന്നാൽ? അശ്ശൈത്താൻ, ഷൈത്താൻ വന്നാൽ, ഫഖാല, എന്നിട്ട് ഷൈത്താൻ പറയുകയും ചെയ്തു, ഇന്നക ഖദ് അഹ്ദസ്ത്, ഇന്നക തീർച്ചയായും നീ, ഖദ് അഹ്ദസ്ത് അല്ലെങ്കിൽ അഹ്ദസ്ത്, നിനക്ക് ഒളു നഷ്ടമായിരിക്കുന്നു, ഒളു നഷ്ടമായിരിക്കുന്നു. ഇതാരാ പറയാ? ഷൈത്താൻ പറയും നിസ്കരിക്കുന്ന മനുഷ്യനോട്, ഇന്നക അഹ്ദസ്ത്, നിനക്ക് ഒളു നഷ്ടമായിരിക്കുന്നു, ഒളു മുറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇദാ ജാ അഹദകും ഷൈത്താനു ഫഖാല ഇന്നക അഹ്ദസ്ത്, നിങ്ങളിൽ ഒരാളുടെ അടുക്കൽ ഷൈത്താൻ വരികയും ഇന്നക ഖദ് അഹ്ദസ്ത എന്ന് പറയുകയും ചെയ്താൽ, ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, കദബ്ത്, നിസ്കരിക്കണം പറയണം. എങ്ങനെ? കദബ്ത്, നീ പറഞ്ഞത് കള്ളമാണ്. ഇന്നക ഖദ് അഹ്ദസ്ത എന്ന് പറഞ്ഞാലും ഇന്നക അഹ്ദസ്ത പറഞ്ഞാലും ഒരേ മാന. ഫൽയഖുൽ, അവൻ പറയട്ടെ, കദബ്ത്, ഷൈത്താനെ നീ കളവാണ് പറഞ്ഞത്. വ അഖ്റജഹു, ഈ റിവായത്തിന് റിപ്പോർട്ട് ചെയ്തു ഇബ്നു ഹിബ്ബാൻ കദാലിക, ഇപ്രകാരം, ബിലഫ് ഫൽയഖുൽ ഫീ നഫ്സിഹി, അവൻ സ്വന്തം മനസ്സിൽ പറയട്ടെ എന്ന റിവായത്തിൽ ഇത് ഇബ്നു ഹിബ്ബാൻ എന്ത് ചെയ്തിട്ടുണ്ട്? റിവായത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഒന്നുകൂടി ഇത് പറയാം. വലി മുസ്ലിമിൻ അൻ അബി ഹുറൈറ നഹ്വഹു, ഇതേപോലെ അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിമിനും ഹദീസ് ഉണ്ട്. വലിൽ ഹാക്കിം അൻ അബി സഈദിൻ മർഫൂഅൻ, അബൂ സഈദിനിൽ ഖുദ്രിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം ഹാക്കിമിന് ഉണ്ട്, മുസ്തദ്റക്ക് എന്ന കിതാബിലുണ്ട്. എന്താണുള്ളത്? ഇദാ ജാ അഹദകുമുശ് ശൈത്താൻ, നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് ഷൈത്താൻ വന്നാൽ, ഫഖാല ഇന്നക അഹദസ്ത, നിനക്ക് വുളു നഷ്ടമായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ, ഫൽയഖുൽ, അവൻ പറയട്ടെ, കദബ്ത്, നീ കളവാണ് പറഞ്ഞതെന്ന്. അങ്ങനെ ഈ നിസ്കരിക്കുന്ന ആൾ പറയട്ടെ. ഇതാണ് ഹാക്കിമിൻ്റെ റിവായത്തുള്ളത്. വ അഖ്റജഹു ഇബ്നു ഹിബ്ബാൻ, ഈ ഹദീസിനെ ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്തു, കദാലിക, ഇപ്രകാരം, പക്ഷേ ബിലഫ്ദി ഫൽയഖുൽ ഫീ നഫ്സിഹി, നഫ്സിൽ പറയട്ടെ എന്നാണ്, മനസ്സിൽ പറയട്ടെ എന്നാണ്. ഫൽയഖുൽ, നമസ്കരിക്കുന്നവൻ പറയട്ടെ, ഫീ നഫ്സിഹി, മനസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഷൈത്താൻ വന്നിട്ട് ഉദു മുറിഞ്ഞു പറയുമ്പോൾ മനസ്സിലാണ് പറയേണ്ടത് എന്ത്? കദബ്ത് എന്ന്. അല്ലാതെ ഉറക്കനെ ഒരാൾ കദബ്ത എന്ന് പറയാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ, പിന്നെ മനസ്സിൽ പറയട്ടെ എന്നാണ്. അപ്പോൾ ഈ ഹദീസിലുള്ളതിനേക്കാൾ ഒരു ആശയം ഇത് കൊണ്ടുവന്ന്, ഈ കദബ്ത എന്ന് പറയേണ്ടത് എങ്ങനെയാണ്? ഒരാൾ മനസ്സിലാണ് പറയേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഈ ഹദീസിൻ്റെ ആശയം ഇതിലുള്ള ഫിഖ് ഒരുപോലെയാണ്. ഇബ്നു ഹിബ്ബാൻ സഹീഹിലാണ് റിവായത്ത് ചെയ്തത്. പക്ഷേ അതിൻ്റെ അസിലേ പിന്നെ ഈ ഹാക്കിമിൻ്റെയും ഇബ്നു ഹിബ്ബാൻ്റെയും റിവായത്താണ് ഫൽയഖുൽ ഫീ നഫ്സി. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു തഹ്ഖീഖിൽ അങ്ങനെ കണ്ടില്ല, അങ്ങനെ ദഈഫാണ് എന്നുള്ളത്. എങ്കിലും അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നോക്കാം. പക്ഷേ ഇബ്നു ഹിബ്ബാൻ സഹീഹിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് കൊടുത്തുള്ളത് ഫൽയഖുൽ ഫീ നഫ്സിഹി എന്നുള്ളത്. അപ്പോൾ ഇബ്നു ഹിബ്ബാൻ്റെ അടുക്കലത് സഹീഹാണ് എന്നുള്ളതാണ്. തയ്യിഫ്, ഏതായാലും പിന്നെ ഇതിലെന്താണ് ഇതിൻ്റെ ആശയം? ഷെയ്ത്താൻ വന്നിട്ട് നമുക്ക് ഷെക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഷെക്കിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ലതല്ല. നമ്മളെന്താണ്? ഉറപ്പുള്ളതാണ് എടുക്കേണ്ടത്. ഉറപ്പെന്താണ്? നമ്മൾ ശുദ്ധിയിലാണ് എന്നുള്ളതാണ്. നമ്മൾ ഒളു ചെയ്തിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഷെയ്ത്താൻ ഷെക്ക് സംശയം ഉണ്ടാക്കിയിട്ട് ഒളു മുറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. നമ്മൾ പിന്നെ ഒന്നുകിൽ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ വാസന അനുഭവിക്കുക. അതുവരെ നമ്മൾ നിസ്കാരം തുടർത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഹദീസ്. ഇനി അത് സഹിയാണെങ്കിൽ തന്നെയും ഒരാൾക്ക് ഷെയ്ത്താൻ ഇങ്ങനെ മനസ്സിൽ വസ്വാസ് ഇട്ട് തരികയാണ്, അഹദസ്തിൻ്റെ ഒതു പോയി ആണെങ്കിൽ കദബ്ത എന്ന് പ്രതികരിക്കുകയാണ് വേണ്ടത്. അതും പ്രതികരിക്കേണ്ടത് എവിടെയാണ്? മനസ്സിലാണ്.
وعن ابن عباس رضي الله عنه أن رسول الله صلى الله عليه وسلم قال يأتي أحدكم الشيطان في صلاته فينفخ في مقعدته فيخيل إليه أنه أحدث ولم يحدث فإذا وجد ذلك فلا ينصرف حتى يسمع صوتا أو يجد ريحا. أخرجه البزار وأصله في الصحيحين من حديث عبد الله بن زيد ولمسلم عن أبي هريرة نحوه وللحاكم عن أبي سعيد مرفوعا إذا جاء أحدكم الشيطان فقال إنك أحدثت فليقل كذبت. وأخرجه ابن حبان كذلك بلفظ فليقل في نفسه. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.